വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മലപ്പുറം വളാഞ്ചേരിയിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. വട്ടപ്പാറയിൽ റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ 42 സെന്റ് സ്ഥലത്താണ് ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനായി MLAയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം 15-ന് സ്ഥലത്ത് എത്തും. വളാഞ്ചേരിയിൽ ഒരു ഫയർ സ്റ്റേഷൻ എന്ന വർഷങ്ങൾ പഴക്കമുള്ള സ്വപ്നത്തിന് അവസാനം ചിറകുമുളയ്ക്കുകയാണ്. മാറി മാറി വന്ന സർക്കാരുകൾക്ക് മുന്നിൽ ആവശ്യമുന്നയിച്ചെങ്കിലും സ്ഥലം കണ്ടെത്തി എന്നതിനപ്പുറം കാര്യമായ മറ്റു പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ കഴിഞ്ഞ ബജറ്റിലാണ് വളാഞ്ചേരി ഫയർ സ്റ്റേഷൻ എന്ന പ്രഖ്യാപനം ഉണ്ടായത്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLAയുടെ നിരന്തരമായ ഇടപെടലിനൊടുവിൽ വളാഞ്ചേരി കാട്ടിപ്പരുത്തി വില്ലേജിലെ വട്ടപ്പാറയിലുള്ള 42 സെന്റ് സ്ഥലം അഗ്നിരക്ഷാ വകുപ്പിന് കൈമാറി. സ്ഥലം ഈ മാസം 15-ന് ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ അടക്കമുള്ള സംയുക്ത സംഘം സന്ദർശിച്ച് വിലയിരുത്തിയ ശേഷം സർക്കാരിന് റിപ്പോർട്ട് നൽകും. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് ഫയർ സ്റ്റേഷനായുള്ള നടപടികൾക്ക് വീണ്ടും ചിറകുമുളച്ചത്. ഫയർ സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. നമ്മൾ താൽക്കാലികമായി അനുവദിക്കാൻ തുടങ്ങാനുമുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി അംഗങ്ങൾ വലിയ താല്പര്യത്തോടുകൂടി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകാനുള്ള ശ്രമത്തിലാണ്. ഏറ്റവും എളുപ്പം അത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗമായിരുന്നു. വളരെ ഭംഗിയായത് അവസാനിച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പം അത് തുടങ്ങാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം, റവന്യൂ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം, ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം എന്നീ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV അജയ്കുമാർ, വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷ ഹസീന വട്ടോളി തുടങ്ങിയവരും ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.